വെള്ളിച്ച പ്യാരിന്റെ കാര്യം എന്തായി? പ്യാരുടെ എന്ത് കാര്യം? പ്യാരിന്റെ കല്യാണ കാര്യം. കല്യാണ കാര്യം എന്താ? കല്യാണം ഏറ്റവും കൂടുതൽ സ്ത്രീധനം ആരാ തരുന്ന അവർക്ക് കല്യാണം. അതന്നെ, അത് നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പം ഗവൺമെന്റ് പണി കിട്ടിയതുകൊണ്ട് ഗവൺമെന്റ് പണി കിട്ടിയല്ലോ ചെക്കന്. മണി പോലത്തെ പെണ്ണുങ്ങൾ ഇപ്പൊ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. വരുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് കാറ് 5 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ കാല് കുറച്ച് മുടണ്ട് അല്ലെങ്കിൽ ഒരു പോങ്ങണ്ണുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ ഇപ്പൊ. അതൊന്നും ഒരു കാര്യമില്ല. അല്ല, പെണ്ണുങ്ങൾ നന്നായി പറയണ്ട എന്താ കാര്യം? അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോ? മുതല് വേണേ. അത് കറക്റ്റ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവനൊരു പോങ്ങനാണ്, പൊട്ടനാണ്. ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അങ്ങനെയല്ല. ആ പെണ്ണിന്റെ പിന്നാലെ പ്രേമിച്ചിട്ടൊക്കെ നടക്കുന്ന സമയത്തേ, പക്ഷെ ആ ജോലി കിട്ടിയോട് കൂടിയിട്ട് ഇവനൊരു ലേശം ബോധം വന്നിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് സ്ത്രീധനം കിട്ടിയാൽ തന്നെ കല്യാണം കഴിക്കുന്ന. ശരിയല്ലേ ഇത്? സ്ത്രീധനം ഇല്ലാണ്ട് പെണ്ണിനെ കിട്ടിയെടുത്ത കാര്യം എന്ത് കാര്യം? ഒരു കാര്യം ഇപ്പൊ എന്ത് വഴിക്കുന്നൊന്നും അല്ല. ഞാൻ പറയുന്നത് കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഡേറ്റ് പെട്ടെന്ന് തീരുമാനിക്കാം. ആയിട്ടില്ല, സംഗതികളൊന്നും ആയിട്ടില്ല. ആവട്ടെ, നോക്കാം. അല്ല എന്നാ ഇപ്പോഴത്തെ കാലാണ്. ചിലപ്പോ ചെക്കനും പെണ്ണും ഒറ്റ അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മ ഈ പറഞ്ഞാൽ ഒരു കാര്യമില്ലാണ്ടാവും. ഏതായാലും ഓരത് ചെയ്യില്ല, അതിനുള്ള ധൈര്യം അവനില്ല. അതൊരു സമാധാനം. ഉണ്ണിയേട്ടനെപ്പോഴാ വന്നാ? ഞാൻ ഇപ്പൊ വന്നത്. അച്ഛാ, മണ്ടു വിളിച്ചിട്ടുണ്ടായി. ആര്? അല്ല, മണ്ടോദരി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ കല്യാണ കാര്യത്തിലേ നമ്മൾ പറഞ്ഞ എല്ലാ ഡിമാൻഡും അവരുടെ വീട്ടുകാർ അംഗീകരിച്ചെന്ന് പറയാൻ പറഞ്ഞു. എല്ലാ ഡിമാൻഡും അവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞാല്? എല്ലാ ഡിമാൻഡും എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ, 50 പവന്റെ സ്വർണം, കാറും. കാറിന്റെ കാര്യത്തിലേ ഞാൻ സംസാരിച്ചപ്പോ എനിക്കൊരു അബദ്ധം പറ്റി. കാറ് നിങ്ങൾ വാങ്ങിക്കോ, പിന്നെ ഇവിടെ വന്നിട്ട് അതിന്റെ തിരിച്ചടവ് ഞാൻ അടച്ചോളാന്ന് പറഞ്ഞു പോയി. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ അത് കുഴപ്പമല്ലേ. എന്തിനീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതെ നിൽക്കുന്നത്? സ്ത്രീധനം തരുന്ന കാറിന്റെ പൈസ ചെക്കന്റെ വീട്ടുകാർ അടച്ചു വീട്ടിക്കൊള്ളാന്ന് എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ്? അല്ല, പെട്ടെന്ന് പറഞ്ഞു പോയപ്പോ ഞാൻ ഒന്നുമില്ല. നേരെ അവരോട് തിരിച്ചു പറയാം. നമ്മൾ പറഞ്ഞ ഡിമാൻഡ് 5 ലക്ഷം രൂപ, സ്ത്രീധന സ്വർണം എത്രയാണ്? 50 പവൻ, കാറ്. ഒരു ബാധ്യത ഏൽക്കരുത്. ഇതെല്ലാം തരാൻ അവര് തയ്യാറാണോ എന്ന് ചോദിക്കി. തയ്യാറാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ചെല്ലും. ഇല്ലെങ്കിൽ എല്ലാ കല്യാണം. അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വേറെ 100 കേസുകൾ കിടക്കില്ലേ നമ്മുടെ മുമ്പില്? 10ഉം 20 ലക്ഷം രൂപ സ്ത്രീധനം തരാന്ന് പറഞ്ഞിട്ടുള്ള കേസുകളുണ്ട്. എന്തിനാണ്? ഞാൻ പറയില്ല. അപ്പൊ ഞാനിങ്ങനെ പറയാ, കടവില്ലാതെ കാറ് മേടിച്ചു തരണം. ഇനി ആ കാര്യത്തിൽ ഒഴിഞ്ഞു പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെ അല്ലേ? അവനല്ലേ പോട്ടെ. ഞാൻ വിളിച്ചോട്ടെ. വേറെ നോക്കാം നമുക്കേ. വെള്ളിച്ചനല്ലേ പറയാം അവൻ പൊട്ടനല്ലാന്ന്. അവൻ വെറും പൊട്ടൻ. ഒന്നാമത് അവന് പറ്റിയ പെണ്ണൊന്നും അല്ലത്. നീ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ആകെ ഒരുമാതിരി ഉണ്ട മുഖമൊക്കെ ആയിട്ട്. പിന്നെ എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോ 5 ലക്ഷം 5 ലക്ഷം കുട്ടികൾക്ക് അതാണ് താല്പര്യം. ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അത്രേ ഉള്ളൂ ഇപ്പൊ. അത് വലിയച്ഛന്റെ നന്മ മനസ്സ്. ഇങ്ങനൊരു അച്ഛനെ കിട്ടിയത് അവന്റെ പുണ്യം അല്ലേ? മറിമായം